നമ്മളൊക്കെ വടക്കാണ്, നമ്മളൊക്കെ വടക്കന്മാരാണല്ലേ. അപ്പം ഞാൻ കോഴിക്കോടാണ്, ശ്രീവിദ്യ കാസർഗോഡാണെന്ന് അറിയാം. അപ്പം രണ്ട് വടക്കര് തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ സംസാരിക്കുക. ഞാൻ എന്തായാലും കോഴിക്കോട് ഭാഷയിലും ശ്രീവിദ്യ എന്നോട് കാസർഗോഡ് ഭാഷയിൽ സംസാരിച്ചാൽ മതി. കാരണം ശ്രീവിദ്യയുടെ കാസർഗോഡ് ഭാഷ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഈ കാസർഗോഡ് ഭാഷ ഇൻഡസ്ട്രിയിൽ തന്നെ വൈറലാക്കിയതിൽ ഒരാള് ശ്രീവിദ്യ ആണെന്നും കൂടെ കേട്ടിട്ടുണ്ട്. ശരിയല്ലേ? ആദ്യം വന്ന സമയത്തൊക്കെ ഇതുപോലെയായിരുന്നു. ഒരുപാട് ഇപ്പം കാസർഗോഡ് ഭാഷ കേൾക്കാൻ ഒരുപാട് ഇൻട്രസ്റ്റ് കാണിക്കുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് ഈവൻ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ കാസർഗോഡ് സ്ലാങ്ങിൽ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ വരുന്ന സമയത്ത് ഇതൊരു അത്ഭുതമായിരുന്നു. ഒരു ബിഫോർ 5 years, ഞാൻ 5 years ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഒരു അത്ഭുതമായിരുന്നു. കാസർഗോഡ് എന്ന് പറയുമ്പോൾ എല്ലാവരും വന്നിട്ട് നിങ്ങളുടെ ഭാഷ ഒന്ന് സംസാരിക്കുമെന്ന് പറയും. ഇത്രയും എന്താണ് ആൾക്കാർ അത്രയും കേട്ടിട്ടില്ലാത്തൊരു ഭാഷയായിരുന്നു. ഇന്ന് അതിന്റെ റീച്ചൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് സന്തോഷം അങ്ങനെ കേൾക്കുമ്പോൾ. നമുക്ക് എന്തായാലും കാസർഗോഡ് ഭാഷ സംസാരിക്കാം അല്ലെ? ഈ ലൈവിലൂടെ നിങ്ങൾ നമുക്ക് കാസർഗോഡ് ഭാഷയെ കോഴിക്കോട് ഭാഷയാക്കാം. ഓ ആയിക്കോട്ടെ. എന്നാ പിന്നെ ഞങ്ങളോട് കുറച്ച് വിശേഷങ്ങൾ, കൊച്ചു വർത്തമാനം പറഞ്ഞേ കാസർഗോഡ് ഭാഷയിൽ ഒന്ന് കേൾക്കട്ടെ. അവിടെ നമുക്കൊക്കെ തുടങ്ങാം. ഓക്കെ. കാസർഗോഡ് നമ്മിങ്ങനെ പറയുന്ന സമയത്ത്, നമ്മങ്ങനെ വർത്താനം പറയുന്ന സമയത്ത് കാസർഗോഡിന്റെ ഒരു വലിയ കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മിപ്പം ഈടെ ഇല്ലപ്പോ ഒന്ന് പറയുമ്പോൾ അപ്പുറത്തില്ലപ്പോ പറയുന്ന രണ്ടായിരിക്കും. അതായത് നമ്മ തൊട്ടപ്പുറത്ത് അയക്കുടി ഇല്ലപ്പ്യ, ഞാൻ ഇപ്പൊ മലയാളം മിണ്ടുന്നുണ്ടെങ്കിൽ അയക്കുടി ഇല്ലപ്പ്യ കന്നഡയായിരിക്കും, അപ്പുറത്തെപ്പ്യ മിണ്ടത് തുളു ആയിരിക്കും. അങ്ങനെ 7 ഭാഷ, സപ്തഭാഷ സംഗമ ഭൂമിന്ന് നമ്മ ഭയങ്കര പ്രൗഡായിട്ട് വിളിക്കുന്ന ഒരു നാടാണ്. അതുകൊണ്ട് അതന്നെ നമുക്ക് എപ്പോഴും ഒരു വാക്കിന് തന്നെ കുറേ എന്താണ് വാക്കുണ്ടാവും നമ്മ മിണ്ടുമ്പോൾ. ഞാൻ പറയുന്നതിനെ തൊട്ടപ്പുറത്ത് മനസ്സിലാവില്ല. അങ്ങനെ ഒരു നാട്ടിലെ ജനിച്ച പിന്നെ എല്ലാവർക്കും ഭയങ്കര സ്നേഹമായിരിക്കും. നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ കരല് വേണമെങ്കിൽ നിങ്ങൾക്ക് പറിച്ചു തരും, അങ്ങനത്തെ നാട്ടുകാർ. സത്യം പറഞ്ഞാലേ ഇപ്പൊ പറഞ്ഞതില് കുറച്ചൊക്കെ എനിക്ക് മനസ്സിലായി, പൂർണ്ണമായിട്ട് അങ്ങോട്ടും മനസ്സിലായില്ല. എന്നാലും ഞങ്ങൾ അതങ്ങോട്ട് ഏറ്റെടുക്കുവാണ്. ഞങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടു, എനിക്ക് തോന്നി. അതെ അതെ, ഞാൻ അതങ്ങനെ അന്തം വിട്ടിരിക്കുന്നത്. എന്താണ് പറയുന്നത്, കുറെ കാര്യങ്ങൾ പക്ഷെ പിടിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്.